ഹലോ, അപ്പോൾ ഇത് ഉമ്മാൻ്റെ സ്പെഷ്യൽ ഇളമ്പക്ക ചോറിൻ്റെ റെസിപ്പി ആയിട്ടോ പറയുന്നത്. അതിന് വേണ്ടി ഇളമ്പക്ക നന്നായി കഴിക്കുന്നതിന് ശേഷം വേവിപ്പിച്ചെടുത്ത് നന്നായി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതാ നന്നായി പൊരിച്ചെടുക്കുക. പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി, ചിറ്റുള്ളി, പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് മസാലപ്പൊടികളെ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് നന്നായി വഴറ്റാം. അത് നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഇളമ്പക്ക ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് എന്താണെന്ന് വെച്ചാൽ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മസാല ഇവിടെ റെഡിയായി. ഇനി അതിന് ശേഷം ചോറിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിൽ പൊട്ടിയതിന് ശേഷം അതിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കറുപ്പയും കറാമ്പും ഏലക്കായും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എത്രത്തോളം അരി എടുക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം പതിച്ചതിന് ശേഷം അതിലേക്ക് എന്താണെന്ന് വെച്ചാൽ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കഴുകി വെച്ച അരിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെക്കാൻ. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായം